ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുക എന്നത് അത്ര വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മളത് അതിൻ്റെ ഹൈജീനും കെയറും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എങ്ങനെയാണ് ഒരു കോൺടാക്ട് ലെൻസ് പ്രോപ്പറായിട്ട് വെയർ ചെയ്യേണ്ടത്? ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോൺടാക്ട് ലെൻസ് കണ്ണിനകത്ത് വിയർ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കൈ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നതാണ്. നമ്മൾ കൈ എപ്പോഴും കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ആൻഡ് അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മളെ കയ്യിലുള്ള ആ ഒരു കോൺടാക്ട് ലെൻസിനെ നമ്മളെ കണ്ണിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഏത് സൈഡത്തെ കണ്ണാണോ ആ ഒരു സൈഡത്തെ കയ്യിലെ ഇൻഡെക്സ് ഫിംഗർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ റൈറ്റ് ഐയിലാണ് കോൺടാക്ട് ലെൻസ് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് എങ്കിൽ റൈറ്റ് ഐയിലുള്ള ഇൻഡെക്സ് ഫിംഗറിൽ നമ്മൾ ആ ഒരു കോൺടാക്ട് ലെൻസിനെ ഇതുപോലെ ഈ ഒരു സൈഡ് മുകളിലോട്ട് ഫേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെക്സ് ഫിംഗറിൽ പ്ലേസ് ചെയ്യാം. സോ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക. ആൻഡ് അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഇൻസേർഷൻ ആണ്. യൂഷ്വലി നമ്മളുടെ കയ്യിലുള്ള ഒരു കോൺടാക്ട് ലെൻസ് 14 mm ഡയമീറ്ററിലായിരിക്കും ഉണ്ടാവുക. അത് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു നമ്മളുടെ കണ്ണിൻ്റെ ആ ഒരു കൃഷ്ണമണിൻ്റെ ഷേപ്പും സൈസും ആയിട്ട് ഓൾമോസ്റ്റ് അത് ഈക്വൽ ആണ്. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിൻ്റെ എബവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺടാക്ട് ലെൻസ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. കണ്ണിൻ്റെ അകത്ത് ഒരു ഫോറിൻ ബോഡീനെ ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ എന്ന രീതിക്ക് കണ്ണ് കാണിക്കുന്ന കുറേ ലക്ഷണങ്ങളാണ്. കണ്ണ് ബ്ലിങ്ക് ചെയ്യാനുള്ള ടെൻഡൻസി, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, റെഡ്നെസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്. സോ അതൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ഒരു റൈറ്റ് ഐയിലാണ് ഫസ്റ്റ് കോൺടാക്ട് ലെൻസ് ഇൻസേർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് എങ്കിൽ ലെഫ്റ്റ് ഐ കൊണ്ട് അപ്പർ ലിഡിനെ മുകളിലോട്ട് പിടിക്കുക, ലൈക്ക് ഇതുപോലെ. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ കോൺടാക്ട് ലെൻസ് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു കൈ വെച്ചിട്ട് ലോവർ ലിഡിനെ താഴോട്ട് പ്ലേസ് ചെയ്യുക. ആൻഡ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ലെൻസ് വെക്കുന്ന ടൈമിൽ അതിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് വരുന്ന ബ്ലിങ്കിങ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ആൻഡ് പ്രോപ്പറായിട്ട് ആ ഒരു നമ്മളുടെ കൃഷ്ണമണിയുടെ എബവ് ആയിട്ട് ആ ഒരു കോൺടാക്ട് ലെൻസ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് കണ്ണൊന്ന് അടച്ച് പിടിച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും അതുപോലെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ജസ്റ്റ് ഒന്ന് കണ്ണ് മൂവ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു കോൺടാക്ട് ലെൻസ് ഒന്നും കൂടെ അവിടെ ഒന്ന് ഫിറ്റ് ആവാനുള്ള ചാൻസ് കൂടും. കോൺടാക്ട് ലെൻസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൽ ഒരു വെള്ളം വരിക, റെഡ്നെസ് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ അത് വി വിൽ ബാക്ക് ടു നോർമലായിട്ട് വരും. അടുത്തത് കോൺടാക്ട് ലെൻസിൻ്റെ റിമൂവലാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന അത്രയും എഫേർട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടും നമ്മൾ ഫസ്റ്റ് നമ്മളെ കയ്യെ നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു 2 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ചെയ്തപ്പോൾ ഹോൾഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ അപ്പർ ലിഡും ലോവർ ലിഡും ഹോൾഡ് ചെയ്ത് വെച്ച് ജസ്റ്റ് നമ്മളൊന്ന് മുകളിലോട്ട് നോക്കുക. എന്നിട്ട് ആ ഒരു ലെൻസിൻ്റെ ടിപ്പ് നമ്മളെ ഈ ഒരു ബോത്ത് ഫിംഗേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വലിച്ചു നോക്കുക. മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും നമുക്ക് അങ്ങനെ റെഡിയായി കിട്ടണമെന്നില്ല. ബട്ട് നമ്മൾ ഓവറായിട്ട് ഐസിന് ഇറിറ്റേഷൻ കൊടുക്കാതെ നമ്മൾ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ണിൽ ഇൻസേർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഹെൽത്തി ആൻഡ് സേഫ് ആയിരിക്കുക. താങ്ക് യു.